ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടിയും അതുപോലെ പഴവും ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പഴക്കേക്ക്, ചിലയിടത്തത് ഉണ്ടം പൊരിയെന്നും അതുപോലെ സ്വീറ്റ് ബോണ്ടാന്നും പറയുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഗോതമ്പ് പൊടി, ശർക്കര, പഴം, ഏലക്കാപ്പൊടി, വെള്ളം, ഉപ്പ്, സോഡാപ്പൊടി, ഫ്രൈ ചെയ്യുന്നതിനായിട്ടുള്ള ഓയിൽ. ഇവിടെ ഞാൻ 3 ബ്ലോക്ക് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. ഇതിലെന്തെങ്കിലും കല്ലും മണ്ണും ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിനായിട്ടാണ്. എന്നിട്ടിത് കംപ്ലീറ്റ്ലി കൂളാവാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ശർക്കര പാനി കംപ്ലീറ്റ്ലി കൂളായിട്ടുണ്ട്. അടുത്തതായിട്ട് പഴം അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മഞ്ഞ റോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാളയം കോടൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 പഴമാണ് ആവശ്യമായിട്ടുള്ളത്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ പഴം അരച്ചെടുക്കുന്നതിനോടൊപ്പം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 മുഴുവൻ ഏലക്ക വേണമെങ്കിലും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പിൽ കുറച്ചാണ് ചേർക്കുന്നത്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് പകർത്താം. അരക്കപ്പ് ശർക്കര പാനിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കാം. ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിവിടെ 2 കപ്പാണ് അളന്നെടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ചേർക്കാം. ഇപ്പോൾ പഴക്കേക്കിന് വേണ്ടിയുള്ള ബാറ്ററിന് പാകത്തിന് മധുരമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ശർക്കര പാനി ചേർക്കണ്ട. ഇനി ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ശർക്കര പാനിയും 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് കൈ നനച്ചിട്ട് ഓരോ ബോളാക്കി എടുത്തിട്ട് നമുക്ക് പഴക്കേക്ക് തയ്യാറാക്കി എടുക്കാം. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഫ്രൈ ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പഴക്കേക്കിന്റെ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായി വരത്തുള്ളൂ. പിന്നെ ഇതിനായിട്ട്
നമ്മളായിട്ട് എടുക്കുന്ന ആ ഒരു പഴമാണെങ്കിലും ഓവറായിട്ട് പഴുത്ത പഴം എടുക്കരുത്, എന്നാൽ ഒത്തിരി എണ്ണ കുടിക്കും. അതുപോലെ വെള്ളത്തിന്റെ അംശം കൂടുതലാണെങ്കിലും ഒത്തിരി എണ്ണ കുടിക്കും. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പഴക്കേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇതിരിക്കും തോറും ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവും. അപ്പൊ നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് 15 പഴക്കേക്കായിരിക്കും കിട്ടുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിനെ പഴക്കേക്കെന്നോ അല്ലെങ്കിൽ ഉണ്ടംപൊരി, ബോണ്ട, അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇത് പുറത്ത് നല്ല ക്രിസ്പിയും ആണ്, ഉള്ളിൽ സോഫ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഇടുക. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.